എന്തൊരു മാമ ചുമ്മാ പ്രാട്ടിയായി എന്തിരുമാമ പുത്തം കെട്ടിടത്തിലെ സുഭദ്രക്കനുമായിട്ട് എന്തരടാ കലിപ്പ് വല്ലാത്തൊരു കാര്യമായി പോകാമ എല്ലാം എൻ്റെ തലയ്ക്കാണല്ലോ അമ്മ പറഞ്ഞത് പാര ഇളവ്. എന്തരാണ് ഇളവെന്ന് പറ മാമന്റെ അടുത്ത്. ഞാൻ ഇന്നലെ ചന്തയിൽ പോയി മീൻ വാങ്ങിച്ചിട്ട് വരെയായിരുന്നു. ഞാൻ സ്കൂട്ടറിൽ ഇങ്ങനെ പതുക്കെ, നിങ്ങൾക്കറിയില്ല ഞാൻ പതുക്കെ സ്കൂട്ടർ ഓട്ടിക്കുള്ളൂ. അതെനിക്കറിയാം, പറ ബാക്കി കാര്യം പറ. ഇങ്ങനെ വന്നപ്പോൾ ഉണ്ട് സുഭദ്രമ്മച്ച് ഇങ്ങനെ കുറുകെ ഇങ്ങനെ വന്ന് 95 വയസ്സായി എന്നിട്ട് റോട്ടി ഇറങ്ങി നടക്കുവോ അവര് തപ്പി 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 വരെയാണ്. എന്നിട്ട് അപ്പൊ ഞാൻ പറഞ്ഞു അമ്മച്ചി ചാടല്ലേ ചാടല്ലേ എന്ന് ഞാൻ വിളിച്ച് പറയാണ്. അതെങ്ങനെയാടാ വണ്ടി ഓട്ടിക്കണ നീ അവിടെ കിടന്ന് വിളിച്ചു പോകണത്? എന്റെ പൊന്നുമാമ ഞാൻ മനസ്സിൽ പറഞ്ഞു ചാടല്ലേ ചാടല്ലേ എന്ന്. മനസ്സിൽ പറഞ്ഞാ മതിയാ, എന്നിട്ട് അവരെ കൊണ്ട് ഇടിച്ച് കാറ്റി കൊടുത്തിരിക്കും. അമ്മയാണ് ഇടിച്ചൊന്നുമില്ല. പിന്നെ എന്നിട്ട് എന്തൊരു പറ്റി? ഞാൻ വണ്ടി കൊണ്ട് ഇങ്ങനെ എത്തി, അവര് ചാടി ഒന്നിച്ചിരുന്നു. ഇത്ര ഇങ്ങനെ നിൽക്കണോ അമ്മ. ഇവര് 4 ചുറ്റും ഇങ്ങനെ നോക്കി, എന്നിട്ട് ഒറ്റ വിഴക്കം. അയ്യോ എന്നെ ഇവ കൊല്ലാൻ വന്നേ, ഇവ എന്നെ വണ്ടി ഇടിച്ച് കൊന്നേ, അയ്യോ അയ്യോ എന്നെ രക്ഷിക്കണമെന്ന് കൊണ്ട് കിടന്ന് കീറി വിളിച്ചോ മാമോ. ചാടി കഴിച്ച് പിടിച്ച് എഴുപ്പിക്കാറുണ്ടെന്താ നീ മാമ? ഞാൻ എണീപ്പിച്ച്. എന്നിട്ട് അപ്പൊ നാട്ടുകാരെല്ലാം കൂടെ കൂടി നമ്മളെ തട്ടുകടയിട്ടേക്കുള്ള സുധാരണായി. സുധാരണ പറഞ്ഞ അമ്മച്ചി ആ ചെറുക്കൻ പതുക്കെയല്ലേ വന്നത്, നിങ്ങൾ ദേഹത്തൊന്നും ഇടിച്ചില്ലല്ല, നീ ആടാ ചോദിക്കാൻ. അപ്പപ്പോ അവര് പണ്ട് മുതലേ ഇങ്ങനെയാണ്, നാക്കെടുത്ത പള്ള വിളിച്ച് കണ്ണു പൊടിച്ച് കളയും. അവരുടെ സ്വഭാവം നിങ്ങൾക്ക് അറിയാമല്ലോ. അയ്യോ എന്നിട്ട് ഇത് കേട്ടത് എല്ലാരും കൂടെ നാട്ടുകാരങ്ങ് പോയി. നീ ഒരു നാരങ്ങ വെള്ളം മാറ്റി കൊടുക്കാറുണ്ട്? എന്റെ മാമ ഞാൻ നാരങ്ങ വെള്ളം മാറ്റിക്കൊണ്ട് വന്ന് കൊടുത്ത്, നിന്റെ നാരങ്ങ വെള്ളം നൊട്ടിയെന്ന് എനിക്ക് വേണ്ടെന്ന് എന്നും പറഞ്ഞു. എന്ന് പറഞ്ഞു കൊണ്ടുപോടാ എന്നെ ആശുപത്രിയില് കൊണ്ടുപോയാ നീ മാമ. ഞാൻ പറഞ്ഞു അമ്മച്ചിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് പിന്നെ അവരൊക്കെ എന്തായാലും ആശുപത്രി പോണോന്ന് എനിക്കെങ്ങനെ അറിയാം? എന്നിട്ട് എന്തരായി? ഞാൻ നേരെ വണ്ടി പിടിച്ച് നേരെ ഇവരെ കയറ്റി ആശുപത്രി പോയി. ആശുപത്രി ചെന്നപ്പം അപ്പൊ ഡോക്ടറിന്റെ ചോദിക്കാണ് എനിക്കാണ് കുഴപ്പമൊന്നും. അയ്യോ. അപ്പൊ ഞാൻ പറയില്ല അമ്മച്ചിക്ക് വച്ച് കിട്ടണമെന്ന് പറഞ്ഞു. അതിന് അമ്മച്ചിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല. ഈ ഡോക്ടർ 2 പള്ളു കൊടുത്തു. അങ്ങനെയും ചെയ്തോളൂ. അപ്പൊ ഡോക്ടർ ഇത് പേടിച്ച് പടാന്നങ്ങ് പെട്ടെന്ന് എല്ലാം കെട്ടി പറക്കി കൊടുത്ത് വച്ച് കെട്ടി വിട്ട്. എന്നിട്ട് ഞാൻ വീട്ടിൽ കൊണ്ടാക്കിയേ ചെയ്തു മാമ. എങ്ങനെ കൊണ്ടാക്കി? വണ്ടി ഇരുത്തി തന്നെ? ഇല്ല, ഞാൻ വണ്ടി പിടിച്ചല്ലേ പോയത്, ആ വണ്ടി തന്നെ തിരിച്ചുകൊണ്ടാക്കി കൊടുത്തു. എന്നിട്ട് അപ്പൊ തീർന്നാ പരിപാടി? അപ്പൊ പിന്നെയല്ലേ പ്രശ്നം പറ്റിയത്. പിന്നെ എന്തൊരു പ്രശ്നം? ഞാൻ വീട്ടിൽ വന്ന് വൈകുന്നേരം അപ്പം ആ തലതെറിച്ച ചെറുക്കണ്ടല്ല. അതാര് തലയറിച്ച് ചേർക്കാൻ? അമ്മച്ചിരി ചെറുമോൻ. തലയറിച്ചല്ല, കഴുപ്പെണ്ണം കെട്ട ചെറുക്കാൻ ചെയ്യാൻ തയ്യാറായി. വേണ്ടന്നെ വീടിന്റെ ഇവിടെ വന്നു. പ്രാട്ടി എന്നാ നിന്നെ വിളിക്കുന്നത്? മാമ അണ്ണാന്ന് വിളിച്ചോണ്ടിരുന്നത് ചെറുക്കനാണ് വൈ. ഇറങ്ങി വേണം ഇങ്ങോട്ട് അടിക്കാനാ തന്നെ. മാമ ഞാൻ ഇറങ്ങി വന്ന് വെച്ചു. ഞാൻ ചെന്ത് നഷ്ടപരിഹാരം വേണം. അമ്മച്ചിക്ക് നഷ്ടപരിഹാരം കൊടുക്കാൻ നോട്ടി. മാമ ഞാൻ ചോദിച്ചു എന്തിനു നഷ്ടപരിഹാരം? നീ അല്ലടാ എന്റെ അമ്മൂമ്മ ഇടിച്ചിട്ടത്. ആകപ്പാട് ഇനി ആലോചിച്ചൊക്കെ എല്ലാ തലവേദന എന്റെ തലയ്ക്കനല്ല അമ്മ പറഞ്ഞത്. അതൊക്കെ പോട്ടെ, ഇപ്പൊ എന്തിനാണ് അവരൊക്കെ നഷ്ടപരിഹാരം വേണമെന്ന് പറഞ്ഞത്? അമ്മ പറഞ്ഞു അമ്മച്ചക്ക് ആപ്പിൾ വേണമെന്ന് പറഞ്ഞു. മാമ ഒന്ന് സലീം കാക്കയുടെ അടുത്ത് വിളിച്ച് പറയും ഞാൻ 2 കിലോ ആപ്പിൾ അവിടെ നിന്ന് കടമ്പോ നിങ്ങൾ പറഞ്ഞ് തരും മാമ, ഞാൻ പോയി വാങ്ങിച്ചോണ്ട് കൊടുക്കട്ടോ അമ്മ. സലീമിന്റെ അവിടെ നിന്ന് ആപ്പിൾ വാങ്ങിച്ചോ? അത് നിന്റെ വീട്ടിൽ കൊണ്ടുവന്ന് നീയും പെമ്പറന്നാരും മക്കളുമായിട്ട് തിന്നാ മതി. എന്താ അപ്പൊ അമ്മച്ചി കൊടുക്കണ്ടേ അമ്മ? എടാ പ്രാട്ടിയേ, എന്തിനു അമ്മ? ഞാൻ ഇന്നലെ സുഭദ്രക്കന്റെ ചെറുമോൻ ജയനെ മുക്കിൽ വെച്ച് കാണുകയും ചെയ്ത് എല്ലാ കാര്യവും അവ എൻ്റെ അടുത്ത് പറയുകയും ചെയ്ത്. ജയന്തിന് പറഞ്ഞു അമ്മ? നീ ഉദ്ദേശിക്കും പോലെ സുഭദ്രക്കന് തിന്നണ ആപ്പിൾ അല്ലടാ വേണ്ടത്. പിന്നെ ഏതാപ്പിള്? ആപ്പിളിന്റെ ഐഫോൺ. അപ്പൊ ജയം പറഞ്ഞ് അമ്മമ്മ പ്രാട്ടിയെണ്ണം പാവല്ലേ, നമുക്ക് വേണമെങ്കിൽ ഒരു ചെറിയ ഫോണ് പ്രാട്ടിയെണ്ണനെ കൊണ്ട് വാങ്ങിപ്പിക്കാം തന്നെ അമ്മ. സുഭദ്രക്കണ്ണന് അത് പറ്റൂല. പിന്നെ അവരൊക്കെ ആപ്പിളിന്റെ ഐഫോൺ തന്നെ വേണം. ഈ അമ്മച്ചിക്ക് ഇതൊക്കെ ആരും അമ്മ പറഞ്ഞു കൊടുത്തത്? യാതോ ഒരു സീരിയലിൽ യാതോ ഒരു അമ്മച്ചി ഇതേപോലെ ഐഫോണും വെച്ചോണ്ടിരിക്കുന്നത് സുഭദ്രയൊക്കെ കണ്ട് അന്ന് മുതലൊരാഗ്രഹവും വാശിയും ഐഫോൺ വേണമെന്നോ? വാ, അപ്പോഴാണ് യഥത്തിന് നിന്നെ കിട്ടിയത്. എന്തിനു മാമ? വാ